ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് നേപ്പാൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. നേപ്പാൾ ക്രിക്കറ്റ് ടീമുണ്ട്. അവരുടെ മുൻ ക്യാപ്റ്റൻ ആയിരുന്നു സന്ദീപ് ലാമിചാനെ. അദ്ദേഹം പീഡന കേസിൽ അറസ്റ്റിലായിരുന്നു. പക്ഷേ താരത്തെ ഇപ്പോൾ വീണ്ടും ടീമിലേക്ക് തിരിച്ചെടുത്തിരിക്കുകയാണ്. പക്ഷേ താരത്തിന് വിസ ലഭിച്ചില്ല. US എംബസിയാണ് താരത്തിന്റെ വിസ നിഷേധിച്ചിരിക്കുന്നത്. നേപ്പാൾ താരത്തെ എങ്ങനെയെങ്കിലും ടീമിലേക്ക് എത്തിച്ചു. പക്ഷേ എംബസിക്ക് കാര്യം മനസ്സിലായി. 2022 സന്ദീപ് ലാമിചാനെ അറസ്റ്റിലായത്. മുൻ IPL താരം കൂടിയാണ് ഇദ്ദേഹം. നേപ്പാളിന് വലിയ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. വേൾഡ് കപ്പിൽ സഞ്ജുവിനെ എടുത്തപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. സന്നാഹ മത്സരത്തിൽ സഞ്ജു കളിക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. വിരാട് കോഹ്ലിക്ക് കളിക്കാൻ സാധിക്കില്ല. താരം ഇന്ത്യൻ ടീമിനോടൊപ്പം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കോഹ്ലിയുടെ സ്ഥാനത്ത് സഞ്ജു കളിക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാന് വേണ്ടി സഞ്ജു വൺ ഡൗണിലാണ് കളിക്കാറ്. അവിടെ മികച്ച കളി സഞ്ജു കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പരിശീലന മാച്ചിൽ സഞ്ജു വരുമെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ സഞ്ജുവിന് പണി കിട്ടിയിരിക്കുകയാണ്. വിരാട് കോഹ്ലി ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. താരം ഇന്ന് ന്യൂയോർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. കോഹ്ലി ഇന്നത്തെ മാച്ചിൽ കളിച്ചാൽ സഞ്ജുവിന് അവസരം നഷ്ടമാകും. ഋഷഭ് പന്ത് തന്നെയായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. കോഹ്ലി കളിച്ചാൽ സഞ്ജുവിന് പ്ലേയിങ് 11 അവസരം കിട്ടില്ല. സഞ്ജുവിന് അവസാന നിമിഷം പണിയായിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.